ഈ വീഡിയോയിൽ ഈ മേളം എന്നുള്ള 3D ലെറ്റർ നമ്മൾ എങ്ങനെ ചെയ്തു എന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ സാധാരണ ഫോണ്ടിനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റൈലിലേക്ക് ആക്കി എടുത്തിട്ടുള്ളത്. അത് എങ്ങനെ എന്നത് ഈ വീഡിയോയുടെ ഒന്നാം ഭാഗത്തിൽ കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ മറക്കാതെ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഒരു സാധാ ഫോണ്ടിനെയാണ് നമ്മൾ ഇതുപോലെ വരച്ച് മാറ്റം വരുത്തി എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഈ വീഡിയോയിൽ നമുക്ക് ഇതിനെ എങ്ങനെ 3D ലെറ്റർ ആക്കി എടുക്കാം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഈ മേളം എന്നുള്ള ലെറ്ററിന് ഞാൻ ഒരു കളറ്, ഒരു ഡാർക്ക് ഓറഞ്ച് കളർ കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് 0യും യെല്ലോ 100ഉം കൊടുത്ത് മജന്ത ഞാൻ ഒരു 70 കൊടുക്കുന്നുണ്ട്. സിയാൻ 0 ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും കൊടുത്തതിന് ശേഷം ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഡിലീറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കളറ്. ഓക്കെ, ഇനി ഇതിലേക്ക് ചെയ്യേണ്ടത് നമുക്കിതിനെ ഒന്ന് ബെവൽ ആൻഡ് എംബസ് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ലെയറിൽ FXൽ നിന്നും ബെവൽ ആൻഡ് എംബസ് കൊടുക്കുകയാണ്. ആൾട്ട് LYB ആണ് ഷോർട്ട് കട്ട് വരുന്നത്. ഓക്കെ, ഇതിന് ശേഷം ഇവിടെ നമുക്ക് ഇന്നർ ബെവൽ കൊടുക്കാം, ചീസൽ ഹാർഡ് കൊടുക്കാം, ഡെപ്ത് 100 കൊടുത്തിട്ടുണ്ട്. സൈസ് വന്നിട്ട് ഞാൻ ഫുള്ളാക്കി ഇടുകയാണ്, 250 കൊടുക്കുകയാണ്. ഓക്കെ, ആംഗിള് 163 മൈനസ് കൊടുത്തിട്ടുണ്ട്. കളറ് കൊടുക്കുന്നത് യെല്ലോ 100ഉം മജന്ത 20ഉം കൊടുക്കുന്നുണ്ട്. ഹൈലൈറ്റ് മോഡിന് ഇപ്പോൾ നമ്മൾ കൊടുത്ത ലൈറ്റ് ഓറഞ്ച് കളറാണ്. ഇവിടെ ഗ്ലാസ് കൗണ്ടർ ഈ ഒരു പാറ്റേൺ ആണ് കൊടുക്കുന്നത്. അതിനുശേഷം നോർമലാണ് ഹൈലൈറ്റ് മോഡ് കൊടുത്തിട്ടുള്ളത്. ഷാഡോ മോഡ് ഞാൻ മൾട്ടിപ്ലൈ കൊടുക്കുകയാണ്. മൾട്ടിപ്ലൈ കൊടുത്തതിന് ശേഷം ഞാനൊരു ഓറഞ്ചിൻ്റെ തന്നെ അല്പം ഒരു ഡാർക്ക് കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഓക്കെ കൊടുക്കുന്നു. ഓപ്പോസിറ്റ് ഞാൻ അതൊരു നമുക്കൊരു 80 ഒക്കെ കൊടുക്കാം. ഓക്കെ, ഒരു 80 കൊടുത്തിട്ടുണ്ട്. ഇത്രയും കൊടുത്തതിന് ശേഷം ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ബെവൽ ആൻഡ് എംബസ് ഇതിനെ നമ്മൾ കൊടുത്ത ഡാർക്ക് ഓറഞ്ച് ആ ഒരു ലെയറിന് ബെവൽ ആൻഡ് എംബസ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം ഇപ്പം ഞാൻ അതിൻ്റെ Ctrl+J കൊടുത്ത് അതിൻ്റെ ഒരു കോപ്പിയുടെ എടുത്ത് ഞാൻ ആ ഒരു കോപ്പി ഒന്ന് ഹൈഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ലെയർ 1 എന്നുള്ള ഫയലിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഫയലിനെ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ Ctrl+T പ്രസ് ചെയ്തുകൊണ്ട് അതിനൊരു ഫ്രീ ട്രാൻസ്ഫോം സെലക്ഷൻ കൊടുക്കാം. ഇപ്പോൾ Ctrl+T കൊടുത്ത് ട്രാൻസ്ഫോം സെലക്ഷൻ കൊടുത്തിട്ടുണ്ട്. കൊടുത്തതിന് ശേഷം നമ്മളിവിടെ കീബോർഡിൽ നമുക്കിവിടെ 4 ആരോ ബട്ടൺ ഉണ്ട്. അതിൽ ഒരു തവണ മുകളിലേക്കുള്ള ആരോ പ്രസ് ചെയ്യുക, ഒരു തവണ വലതുവശത്തേക്കുള്ള ആരോ പ്രസ് ചെയ്യുക. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ സെലക്ഷൻ കളയുന്നു. സെലക്ഷൻ കളഞ്ഞിട്ട് നമ്മളിവിടെ നേരെ ലെയറിൽ പോയി ലെയർ 1 എന്നുള്ള നമ്മളിപ്പോൾ എഫക്റ്റ് കൊടുത്തിട്ടുള്ള ഫയലിനെ നമ്മൾ താഴേക്ക് ഇവിടെ എഫക്റ്റിൽ താഴേക്ക് വരുമ്പോഴത്തേക്ക് കൺവേർട്ട് ടു സ്മാർട്ട് ഓബ്ജക്റ്റ് എന്ന് കാണാം. അപ്പോൾ അത് നമ്മൾ കൺവേർട്ട് ടു സ്മാർട്ട് ഓബ്ജക്റ്റ് എന്ന് കൊടുത്തു. ഓക്കെ, കൊടുത്തതിന് ശേഷം Ctrl+Shift+Alt പ്രസ് ചെയ്തുകൊണ്ട്, അതായത് Ctrl+Shift+Alt 3 ബട്ടണും പ്രസ് ചെയ്തുകൊണ്ട് ടി എന്ന അക്ഷരം ക്ലിക്ക് ചെയ്യാം. അതൊരു 30 തവണ നമ്മൾ ടി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, 1 2 3 4 5 6 അങ്ങനെ ഒരു 30 പ്രാവശ്യം നമ്മൾ ആ ടി എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു ലെറ്റർ ഇങ്ങനെ മുകളിലേക്ക് പോകും. ഓക്കെ, ഒരു 30 പ്രാവശ്യം ഞാനിവിടെ ടി എന്ന ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ട്. Ctrl+Alt+Shift പ്രസ് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഇപ്പോൾ 30 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ആ 30 പ്രാവശ്യം ചെയ്തതിൽ നമ്മളിവിടെ ഒരു 15ാമത്തെ ലെയർ, അതായത് 30ൻ്റെ പകുതി 15 എന്നുള്ള ലെയർ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് അതിനെ നമ്മളിവിടെ റാസ്റ്ററൈസ് ലെയർ എന്നത് കൊടുക്കുകയാണ്. ഓക്കെ, കൺവേർട്ട് സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിരുന്നു, അതിനെ നമ്മൾ ലെയറായിട്ട് റാസ്റ്ററൈസ് ചെയ്തിട്ടുണ്ട്. ചെയ്തതിന് ശേഷം നമ്മളിവിടെ നോർമൽ എന്ന ബ്ലെൻഡിങ് മോഡ് മാറ്റി ഓവർലേ എന്നത് കൊടുക്കുകയാണ്. ബ്ലെൻഡിങ് മോഡ് ഓവർലേ കൊടുത്തിട്ടുണ്ട്. ഓവർലേ കൊടുത്തതിന് ശേഷം നമ്മളിവിടെ കളറ് വൈറ്റ് കളർ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർ ഞാനിപ്പോൾ വൈറ്റ് കളറായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം Ctrl+Shift പ്രസ് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. Ctrl+Shift+Delete. ഓക്കെ, ഇപ്പോൾ നമ്മൾ കൊടുത്ത ആ ഒരു എഫക്റ്റ് ഇതുപോലെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇത്രയും ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ 30 ലെയർ വരെയാണ് ഇതിൽ എടുത്തിട്ടുള്ളത്. അതിൽ 29ാമത്തെ ലെയറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും താഴേക്ക് വന്ന് നമ്മൾ ആദ്യത്തെ ലെയർ 1 കോപ്പി എന്നുള്ളത് സെലക്ട് ചെയ്യണം. അപ്പോൾ അത് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് വേണം. അപ്പോൾ 29ൽ നമ്മൾ ലെയർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താഴേക്ക് വന്ന് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ലെയർ 1 എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും ലെയറുകൾ ഒരുമിച്ച് സെലക്ഷൻ കിട്ടും. മനസ്സിലായില്ലേ? 29ാമത്തെ ലെയർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം താഴേക്ക് വന്ന് ലെയർ 1 കോപ്പി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് അതിൽ ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ലെയർ ഒന്നിച്ച് സെലക്ഷൻ കിട്ടും.
അതിനുശേഷം കൺട്രോൾ ഇ പ്രസ് ചെയ്തുകൊണ്ട് അത് മെർജ് കൊടുക്കാം, അല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് മെർജ് ലേയേഴ്സ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ അത്രയും ഒറ്റ ഫയലായിട്ടുണ്ട്. ആ ഒറ്റ ഫയൽ ആയതിനു ശേഷം ഇപ്പോൾ നമ്മൾ ഇനി ലെയർ 1 30 എന്നത് സെലക്ട് ചെയ്യുന്നു. ലെയർ 1 30 എന്നത് സെലക്ട് ചെയ്തതിന് ശേഷം അതിനെ നമുക്ക് ഇവിടെ എഫക്ട്സിൽ പോയിട്ട് ഗ്രേഡിയൻറ്റ് ഓവർലേ എന്നത് കൊടുക്കാം. Alt+L+Y+G ആണ് ഷോർട്ട് കട്ട് വരുന്നത്. ഓക്കെ, ഗ്രേഡിയൻ്റ് ഒന്ന് ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ഞാനിവിടെ അതിനൊരു ഗ്രേഡിയൻ്റ് എഫക്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഗ്രേ കളറ്, ഗ്രേയിൽ നിന്ന് ഒരു അല്പം ഡാർക്ക് ഗ്രേയിൽ നിന്ന് ഒരു ലൈറ്റ് ഗ്രേയിലേക്ക് പോകുന്ന ഒരു എഫക്റ്റാണ്, ഒരു ഗ്രേഡിയൻ്റ് എഫക്റ്റാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കൊടുത്തതിന് ശേഷം നമുക്ക് ഓക്കെ കൊടുക്കാം. ഞാൻ ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇതുപോലെ ഒരു ഗ്രേഡിയൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി ഒന്ന് വ്യക്തമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ കൂടി ഒന്നുകൂടെ മാറ്റി വരുത്തുകയാണ്. ഇപ്പോൾ വൈറ്റ് കളറാണ് കിടക്കുന്നത്, ഞാനൊരു അല്പം ഡാർക്കായിട്ടുള്ള ഗ്രേ കളറ് ബാക്ക്ഗ്രൗണ്ടിന് കൊടുക്കുകയാണ്. Alt+Delete പ്രസ് ചെയ്തുകൊണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ ലെയർ 30 എന്നുള്ളതിലാണ് ഈ ഒരു ഗ്രേ കളറ് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ അതിൻ്റെ ഒരു കോപ്പി കൂടെ എടുക്കുകയാണ്. അതിൻ്റെ ഒരു കോപ്പി കൂടെ എടുത്തു. കോപ്പി എടുത്തതിന് ശേഷം അതിൻ്റെ നമുക്ക് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് എന്നത് കൊടുത്തിട്ടുണ്ട്. കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും ബെവൽ ആൻഡ് എംബസ് എന്നതിൽ പോവുകയാണ്. അതിന് മുമ്പ് നമുക്ക് ഇപ്പോൾ അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ടുണ്ടായിരുന്നു. ആ കോപ്പിയിൽ നമ്മൾ ഇവിടെ സെലക്ട് പിക്സൽ എന്നത് കൊടുക്കുക, അല്ലെങ്കിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും സെലക്ട് എന്ന ഓപ്ഷനിൽ പോകുന്നു. സെലക്ട് എന്ന ഓപ്ഷനിൽ പോയിട്ട് മോഡിഫൈ എന്നതിൽ കോൺട്രാക്റ്റ് എന്നത് കൊടുക്കുക. മോഡിഫൈയിൽ കോൺട്രാക്റ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മളൊരു എമൗണ്ട് ഒരു 15 കൊടുക്കാം. 15 കൊടുത്തതിന് ശേഷം നമ്മൾ ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഉണ്ടായിരുന്ന ലെയറിൻ്റെ കുറച്ച് അകത്തേക്കാണ് ആ ഒരു സെലക്ഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, ഇത്രയും വന്നതിന് ശേഷം നമ്മൾ ഈ താഴത്തെ ലെയർ, അതായത് ഇപ്പോൾ ലെയർ 1 അത് കോപ്പിയിലാണ് നമ്മൾ ഇതുപോലെ ചെയ്തത്. അതിനുശേഷം ഈ താഴത്തെ ലെയറിന് സെലക്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് കൊടുക്കുക. അതിനുശേഷം അതിനെ റാസ്റ്ററൈസ് ലെയർ എന്നത് കൊടുക്കുക. ആദ്യം കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് കൊടുത്തു, രണ്ടാമത് റാസ്റ്ററൈസ് ലെയർ എന്നത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ സെലക്റ്റിൽ പോയിട്ട് ഇൻവേഴ്സ് എന്നത് കൊടുക്കുക. Ctrl+Shift+I എന്നതാണ് ഷോർട്ട് കട്ട്. അപ്പോൾ പുറത്തേക്കൊരു സെലക്ഷൻ വരും. സെലക്ഷൻ വന്നതിന് ശേഷം നമ്മൾ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഡിലീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി Ctrl+D കൊടുത്ത് സെലക്ഷൻ കളയാം, അല്ലെങ്കിൽ സെലക്റ്റിൽ പോയി ഡീസെലക്ട് കൊടുക്കാം. ഓക്കെ, സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഈ മുകളിലത്തെ ലെയർ സെലക്ട് ചെയ്യണം. നമ്മൾ മുകളിലത്തെ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം അതിനെ നമ്മൾ കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റിൽ നിന്നും റാസ്റ്ററൈസ് ലെയർ എന്നത് കൊടുക്കുന്നു. ഓക്കെ, ഇത്രയും ചെയ്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ എഫക്ട്സിൽ പോയിട്ട് ബെവൽ ആൻഡ് എംബസ് കൊടുക്കുന്നു. Alt+L+Y+B ആണ് ഷോർട്ട് കട്ട്. ബെവൽ ആൻഡ് എംബസ് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ കളറ് ഒന്ന് വൈറ്റ് കൊടുക്കുകയാണ്. അതായത് ഹൈലൈറ്റ് മോഡ് വൈറ്റും കൊടുത്ത് ഷാഡോ മോഡ് ഗ്രേയുടെ തന്നെ അല്പം ഡാർക്ക് കളറും കൊടുക്കുകയാണ്. ഓക്കെ, ഡാർക്ക് ഗ്രേയും കൊടുത്തു. ഗ്ലാസ് കൗണ്ടർ നമ്മൾ ഇതേ പാറ്റേൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത്രയും ചെയ്തു. ഇവിടെ ഹൈലൈറ്റ് മോഡ് നോർമലും ഷാഡോ മോഡ് മൾട്ടിപ്ലൈ തന്നെയാണ് കൊടുക്കുന്നത്. ആദ്യത്തെ ലെയറിന് കൊടുത്ത അതേ എഫക്റ്റ് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇത്രയും ചെയ്ത് സൈസ് ഫുള്ളാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യത്തെ ഫംഗ്ഷന് ചെയ്ത അതേപോലെ തന്നെ Ctrl+T കൊടുത്താൽ ഒരു ട്രാൻസ്ഫോം സെലക്ഷൻ കൊടുക്കുന്നു. ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്തതിന് ശേഷം മുകളിലേക്കുള്ള ആരോ ഒരു പ്രാവശ്യവും വലതേക്കുള്ള ആരോ ഒരു പ്രാവശ്യവും കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം ഈ സെലക്ഷൻ കളയുന്നു. സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ഇവിടെ ലെയറിൽ പോയി റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് അതിനെ കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ Alt+Ctrl+Shift പ്രസ് ചെയ്തുകൊണ്ട് T ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. അതും ഇതുപോലെ തന്നെ ഒരു 25-20 പ്രാവശ്യം കൊടുത്താൽ മതി. ഞാൻ അതിനെയും ഒരു 30 പ്രാവശ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേന് കൊടുത്ത പോലെ തന്നെ ഇതിനെയും ഒരു 30 പ്രാവശ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ പകുതി വരുന്ന ഒരു ബട്ടൺ നേരത്തെ പോലെ തന്നെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം അതിനെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് റാസ്റ്ററൈസ് ലെയർ എന്നത് കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് കളർ സെലക്ട് ചെയ്യുന്നു. Ctrl+Shift+Delete പ്രസ് ചെയ്തുകൊണ്ട് അതിന് വൈറ്റ് കളർ കൊടുത്തു.
ഓക്കെ, ഇപ്പോൾ അതിനും ഇതുപോലൊരു എഫക്റ്റ് വന്നിട്ടുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിലത്തെ ലെയർ ഒഴിവാക്കിക്കൊണ്ട് അതിൻ്റെ തൊട്ട് താഴത്തെ ലെയർ സെലക്ട് ചെയ്ത് താഴേക്ക് വന്ന് നമ്മളിപ്പോൾ വൈറ്റ് കളർ കൊടുത്ത ആ ഒരു അവസാനത്തെ ലെയറിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ടാണ് അതിൽ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത്രയും ലെയർ ഒന്നിച്ച് സെലക്ഷൻ വരും. കൺട്രോൾ ഇ പ്രസ് ചെയ്തുകൊണ്ട് മെർജ് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് മെർജ് ലെയേഴ്സ് എന്നത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ മെർജ് ലെയേഴ്സ് എന്നത് കൊടുത്തിട്ടുണ്ട്. ഇത് ഏറ്റവും മുകളിലത്തെ ലെയർ ഞാൻ വീണ്ടും സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം അതിനെ നമുക്ക് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് റാസ്റ്ററൈസ് ലെയർ എന്നൊരു ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ അത് ലെയറായി മാറിയിട്ടുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം എഫക്ട്സിൽ പോയി നമുക്ക് അതിനെ വീണ്ടും ഗ്രേഡിയൻ്റ് ഓവർലേ എന്നൊരു ഓപ്ഷൻ കൊടുക്കാം. ഗ്രേഡിയൻ്റ് ഓവർലേ എന്നൊരു ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇതുപോലൊരു എഫക്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അതിൽ ജസ്റ്റ് ഒന്ന് മാറ്റം വരുത്താം. നമ്മളിവിടെ കളർ വൈറ്റ് കൊടുക്കുന്നുണ്ട്. ഗ്രേഡിയൻറ്റിൽ ഇവിടെ ഒരല്പം ഡാർക്കായിട്ടുള്ളൊരു ഗ്രേ കളറും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും ചെയ്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ നോർമൽ തന്നെ കൊടുത്താൽ മതി. ഇപ്പോൾ ഇതുപോലൊരു 3D എഫക്റ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മാറ്റങ്ങളൊക്കെ വരുത്താം. അപ്പോൾ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എഫക്ട്സിൽ പോകുന്നു. എഫക്ട്സിൽ പോയിട്ട് ഇന്നർ ഗ്ലോ എന്നൊരു എഫക്റ്റ് കൊടുക്കുകയാണ്. ഇന്നർ ഗ്ലോ എന്നൊരു എഫക്റ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ കളർ നമ്മൾ ബ്ലാക്ക് ആക്കി കൊടുക്കുകയാണ്. ബ്ലാക്ക് ആക്കി കൊടുത്തിട്ട് ഇവിടെ നോയ്സ് എന്നത് നമുക്കൊരല്പം ഫുള്ളാക്കി കൊടുക്കാം. ഫുള്ളാക്കി കൊടുത്തിട്ട് ഇവിടെ ചോക്ക് 0 കൊടുത്തതിന് ശേഷം സൈസ് നമ്മൾ ഫുള്ളാക്കുന്നു, 250 ആക്കുന്നു. ഓപ്പാസിറ്റി നമ്മൾ അല്പം ഒന്ന് കുറച്ച് കൊടുക്കും. ഓക്കെ, ഒപ്പാസിറ്റി ഒരല്പം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഒപ്പാസിറ്റി അല്പം കുറച്ച് കൊടുത്തിട്ടുണ്ട്. നോയ്സും ഒരു 50 ഒക്കെ കൊടുത്താൽ മതിയാവും. ഓക്കെ, ഒപ്പാസിറ്റി അതുപോലെ തന്നെ ഞാൻ ഒരു 50 കൊടുത്തിട്ടുണ്ട്. ഓവർലേ ആണ് ബ്ലെൻഡിങ് മോഡ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ തൊട്ട് താഴത്തെ ഒരു ലെയർ ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്ത ഒരു എഫക്റ്റ് കൊടുത്തൊരു ലെയറുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്ത ലെയറിനെ കൺട്രോൾ ജെ പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു കോപ്പിയുടെ എടുത്തു. കോപ്പി എടുത്തതിന് ശേഷം തൊട്ട് താഴത്തെ ലെയറിനെ നമുക്ക് അതിൻ്റെ എഫക്റ്റ് എല്ലാം ഒന്ന് ഹൈഡ് ചെയ്യാം. എഫക്റ്റ് എല്ലാം ഒന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഹൈഡ് ചെയ്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് സെലക്ട് ചെയ്ത് കൺട്രോൾ ഷിഫ്റ്റ് ഡിലീറ്റ് പ്രസ് ചെയ്ത് അതിന് വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട്. അല്ലേ, ആ ഒരു ലെയറിന് നമ്മളിപ്പോൾ വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട്. തൊട്ട് മുകളിൽ നമ്മൾ ഈ ഒരു എന്നർ ഗ്ലോ എഫക്റ്റ് ഗ്രേഡിയൻ്റ് എഫക്റ്റും കൊടുത്തൊരു ലെയറും കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു ലെയറിൽ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നേരത്തെ പോലെ സെലക്ട് പിക്സൽ എന്നത് കൊടുക്കുന്നു. സെലക്ട് പിക്സൽ എന്നത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ നേരത്തെ പോലെ തന്നെ സെലക്റ്റിൽ പോയി മോഡിഫൈ എന്നതിൽ കോൺട്രാക്റ്റ് എന്നത് കൊടുക്കുകയാണ്. ഓക്കെ, അത് നമുക്ക് ഇത്തവണ ഒരു 10 കൊടുത്താൽ മതി. 10 കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ അതിനകത്തേക്ക് ഒരു സെലക്ഷൻ വന്നിട്ടുണ്ട്. സെലക്ഷൻ വന്നതിന് ശേഷം നമ്മൾ സെലക്റ്റിൽ പോയി ഇൻവേഴ്സ് എന്നത് കൊടുക്കുക. കൺട്രോൾ ഷിഫ്റ്റ് ഐ ആണ് ഷോർട്ട് കട്ട് വരുന്നത്. അതിനുശേഷം നമ്മൾ ഡിലീറ്റ് എന്നത് കൊടുക്കുന്നു. ഓക്കെ, കൺട്രോൾ ഡി കൊടുത്ത് സെലക്ഷൻ കളയാം. ഇപ്പോൾ ഇതുപോലൊരു എഫക്റ്റ് നമ്മളെ ലെറ്ററിലൂടെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും തൊട്ട് താഴത്തുള്ള ലെയർ, അതായത് ഈ ഒരു വൈറ്റ് ലെയർ, അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ ഇപ്പോൾ ഒരു എഫക്റ്റ് കൊടുത്തിരുന്ന ഈ ഒരു ലെയർ ഇത്രയുണ്ട്. അപ്പോൾ ആ ഒരു എഫക്റ്റ് കൊടുത്തിരുന്ന ആ ഒരു ലെയറിനെ സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ എൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ലെവൽസ് എടുക്കാം. കൺട്രോൾ എൽ ആണ് ഷോർട്ട് കട്ട് വരുന്നത്. എടുത്തതിന് ശേഷം ഇവിടെ ഔട്ട്പുട്ട് ലെവലിൽ ഈ വൈറ്റ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഒന്ന് അകത്തേക്ക് ഇടതുവശത്തേക്ക് ഒന്ന് നീക്കി, അതുപോലെ തന്നെ ഈ മുകളിലത്തെ ഈ ഒരു ബട്ടനെ നമ്മൾ വലതുവശത്തേക്ക് ഒന്ന് നീക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ കൊടുത്തിട്ടുള്ള ആ ഒരു ലെയർ ഒരല്പം കൂടി ഒരു ഡാർക്കായിട്ട് നമുക്കിവിടെ കിട്ടും. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ലെറ്ററിനെ ഇതുപോലെ ഒരു 3D എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഏറ്റവും താഴത്തെ ഈ ഒരു ലെയറിനെ സെലക്ട് ചെയ്യണം. ഏറ്റവും താഴത്തെ ഈ ഒരു ലെയറിനെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ എഫക്ട്സിൽ പോയി ഡ്രോപ്പ് ഷാഡോ എന്ന എഫക്റ്റ് കൊടുക്കുക. ഓക്കെ, ഡ്രോപ്പ് ഷാഡോ എന്ന എഫക്റ്റ് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ബ്ലാക്ക് ആക്കി കൊടുക്കുക. ഓരോ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ച് കളർ കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഡാർക്ക് ഗ്രേ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ബ്ലാക്ക് കളർ കൊടുത്ത് ഞാൻ ഇങ്ങനെ ആ ഒരു ഷാഡോ എഫക്റ്റ് ഒന്ന് താഴേക്ക് ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്ര ഇറക്കി വെച്ചതിന് ശേഷം ഓക്കെ കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ 3D ലെറ്റർ റെഡി ആയിട്ടുണ്ട്. ലെറ്ററിൻ്റെ അകം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതുപോലെ ഈ ഒരു എഫക്റ്റ് ഇതിനകത്തുണ്ടാവും. നമ്മൾ നോയ്സ് എഫക്റ്റ് കൊടുത്തത് കൊണ്ട് ലെറ്ററിനകത്ത് ഇതുപോലൊരു എഫക്റ്റ് കിട്ടും. കണ്ടില്ലേ, നമ്മൾ ദൂരെ കാണുമ്പോഴത്തേക്ക് ഇതുപോലെ ഇരിക്കും. നമ്മൾ ഫുള്ള് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ ഫുള്ള് കൊടുത്തു നോക്കാം. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടി വ്യക്തമാവും.
അപ്പോൾ ഫുള്ള് ഡാർക്ക് കളർ സെലക്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. കാണോ, ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത 3D ലെറ്റർ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കുള്ള ഗ്രൂപ്പുകളിലേക്ക്, ഡിസൈനേഴ്സ് ഗ്രൂപ്പുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഡിസൈൻ ചെയ്ത് നോക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.